UPSC സിവിൽ സർവീസ് എക്സാം, KAS, മറ്റേതെങ്കിലും UPSC PSC പരീക്ഷകൾക്കായി തയ്യാറെടുക്കുകയാണോ നിങ്ങൾ? AVS സിവിൽ സർവീസ് അക്കാദമി നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മികച്ച പരിശീലനം മിതമായ ഫീസിൽ. കൂടുതൽ വിവരങ്ങൾക്കായി ഉടൻ വിളിക്കുക 8078053414. ഹലോ ഫ്രണ്ട്സ്, AVS സിവിൽ സർവീസ് അക്കാദമിയുടെ യൂട്യൂബ് ചാനലായ പ്രിയ സിവിൽ സ്റ്റഡി സർക്കിളിന്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് UPSC പ്രിലിംസ് എക്സാമിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. 2014 മുതൽ കഴിഞ്ഞ വർഷം വരെയുള്ള ജോഗ്രഫിയുടെ PYQ ക്വസ്റ്റ്യൻസിന്റെ സെഷൻ ഞാൻ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് സബ്ജക്റ്റിന്റെ PYQ സെഷൻ ഓരോ വർഷത്തെയും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത ആൾക്കാർ പ്ലേലിസ്റ്റ് പോയിട്ട് ക്ലാസ് സെർച്ച് ചെയ്യുക, അതുപോലെ തന്നെ കാണുക. അതുപോലെ തന്നെ ഈ ഒരു സീരീസിൽ ഞങ്ങളുടെ കൂടെ ഇരിക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സസിനെ കുറിച്ച് എല്ലാ ക്ലാസ്സുകളിലും പറയുന്നതാണ്. നമ്മൾ സിവിൽ സർവീസ് എക്സാമിന്റെ അതുപോലെ തന്നെ KAS എക്സാമിന്റെയും ഫുൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവായിട്ടോ അല്ലെങ്കിൽ സമയം അതിനനുസരിച്ച് ഇരിക്കാൻ പറ്റാത്ത ലൈവായിട്ട് ഇരിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് ഫുൾ റെക്കോർഡഡ് ക്ലാസ്സസ് ഉള്ള കോഴ്സുകളായിരിക്കും. അതുപോലെ തന്നെ വീക്കെൻഡിൽ നമുക്ക് സബ്ജക്ട് വൈസ് ആയിട്ട് ഫൗണ്ടേഷൻ കോഴ്സുകളും അതുപോലെ തന്നെ UPSCയുടെയും KASന്റെയും ഒക്കെ വീക്കെൻഡ് ബാച്ചുകളും നമുക്കുണ്ട്. ഓക്കെ, ഫൗണ്ടേഷൻ കോഴ്സുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി അതുപോലെ തന്നെ ഡിഗ്രി സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള കോഴ്സാണ്. അതും വീക്കെൻഡിലാണ് ഉള്ളത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട സബ്ജക്റ്റിന്റെ അകത്ത് ഒരു ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്കോണമി, എക്കോളജി, ജോഗ്രഫി, ഹിസ്റ്ററി, പൊളിറ്റി ഇതിന്റെ ഒക്കെ സബ്ജക്ട് വൈസ് ക്ലാസ്സസും എന്തുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ നമ്മളെ വിളിച്ചിട്ട് രജിസ്റ്റർ ചെയ്യാം, ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, സോ ജോഗ്രഫിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 2018 അതുപോലെ തന്നെ 14ഉം 15ഉം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്. കാണാത്ത ആൾക്കാർ എന്ത് ചെയ്യുക, പോയി കാണാം. ഓക്കെ, ഇന്ന് നമ്മൾ 2016 UPSC പ്രിലിംസ് എക്സാമിന് വന്ന ജോഗ്രഫിയുടെ ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നോക്കൂ, 2016 സംബന്ധിച്ചിടത്തോളം ഫിസിക്കൽ ജോഗ്രഫിന്ന് ക്വസ്റ്റ്യൻസ് വരാത്ത ഏറ്റവും കുറവ് ജോഗ്രഫി ക്വസ്റ്റ്യൻസ് വന്ന ഒരു എക്സാം ആയിരുന്നു എന്ത്, 2016 എക്സാം. അതായത് ഒരു ജോഗ്രഫി ആഴത്ത് പഠിക്കാത്ത അല്ലെങ്കിൽ ജോഗ്രഫിയുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാത്ത ഒരാൾക്ക് പോലും എക്സാം എഴുതാൻ പറ്റുന്ന ഒരു എക്സാം ആയിരുന്നു എന്ത്, 2016. എല്ലാ എക്സാമും അങ്ങനെ ആയിരിക്കില്ല, പക്ഷെ 2016 എന്തായിരുന്നു, അങ്ങനെയായിരുന്നു. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് നോക്കാം. നോക്കൂ, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് റീജിയൻസ് ഓഫ് ഇന്ത്യ ആർ ഷെയിൽ ഗ്യാസ് റിസോഴ്സസ് ഫാം? കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇരുന്ന ആൾക്കാരാണെങ്കിൽ, ഈ ഒരു അനാലിസിസിൽ ഇരുന്ന ആൾക്കാരാണെങ്കിൽ ഷെയിൽ ഗ്യാസ് എന്ത് ചെയ്യുന്നുണ്ട്, UPSCക്ക് ഇഷ്ടമുള്ള ഒരു മേഖലയാണെന്ന് നമുക്കറിയാം അല്ലെ. ഷെയിൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു നാച്ചുറൽ ഗ്യാസ് ആണ്. ഷെയിൽ ഫോർമേഷനകത്ത് ട്രാപ്പായി കിടക്കുന്ന ഒരു നാച്ചുറൽ ഗ്യാസ് തന്നെയാണ് അല്ലെ ഷെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, നോക്കൂ, ഷെയിൽ ഗ്യാസിന്റെ റിസോഴ്സസ് എവിടെയാണ് ഫൗണ്ട് ചെയ്യുന്നതെന്നാണ് എന്ത് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഹൈഡ്രോ കാർബൺ എന്താണ്, ഗ്യാസിന്റെ ഒരു മിക്സർ ആണ്. ഓക്കെ, മെയിൻലി മീഥെയിൻ ആണ് ഉള്ളത്, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി അതിന്റെ റിസോഴ്സ് പറയുകയാണെങ്കിൽ നീതി ആയോഗിന്റെ റിപ്പോർട്ട് അനുസരിച്ച്, ഓക്കെ, നീതി ആയോഗിന്റെ റിപ്പോർട്ട് അനുസരിച്ച് എവിടെയൊക്കെയാണ് ഈ ഒരു റിസോഴ്സ് നമുക്ക് കാണാൻ പറ്റുന്നത്? ക്യാമ്പെ ബേസിൻ ഉണ്ട്. ഓക്കെ, 1 ആണ് ക്യാമ്പെ ബേസിൻ. ഓക്കെ, കാവേരി ബേസിനും ഉണ്ട്. അതുപോലെ തന്നെ കൃഷ്ണ ഗോദാവരി ബേസിനും എന്തുണ്ട്, ഉണ്ട്. അതുപോലെ തന്നെ ദാമോദർ വാലി. ഓക്കെ, ദാമോദർ വാലി നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. ഓക്കെ, ദാമോദർ വാലി ഉണ്ട്. അതുപോലെ തന്നെ രാജസ്ഥാന്റെയും വിന്ധ്യ ബേസിൻസിലൊക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു റിസർവ്സ് ഉണ്ടെന്നാണ് എന്ത്, നീതി ആയോഗിന്റെ റിപ്പോർട്ട്. നോക്കൂ, അപ്പൊ ഈ 3 എണ്ണം എന്ത് ഉള്ളതാണ്. സോ ഓപ്ഷൻ എടുക്കുമ്പോൾ നമുക്ക് എന്ത് പറയാം, 1, 2 and 3 പറയാം അല്ലെ. ഇവിടെ എന്തെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നേരിട്ട് എന്ത് ചെയ്താം, ആൻസറിലേക്ക് എത്താവുന്നതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഷെയിൽ ഗ്യാസിന്റെ ആണ്. ഓക്കെ, ONGCക്കാണ് അത് ഡ്രിൽ ചെയ്യാനുള്ള ഒരു എന്തുള്ളത്, അവകാശം ഉള്ളത്. നോക്കൂ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ ഇതും എന്താണ്, ഒരു ഐഡിയ ഉള്ള ഒരു കുട്ടിക്ക് എന്താ എഴുതാൻ പറ്റും. പക്ഷെ ആ കുട്ടിക്ക് എന്തും അറിയണം, നമ്മുടെ ഇന്ത്യയുടെ പ്ലാറ്റോസും എന്ത് ചെയ്യണം, അറിയണം. ഓക്കെ, ഇന്ത്യൻ പ്ലാറ്റോസ് ഇന്ത്യയുടെ ഫിസിക്കൽ ജോഗ്രഫി പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് അല്ലെ. ഓക്കെ, ഇന്ത്യയുടെ പ്ലാറ്റോ ആണ് ഈ തന്നേക്കുന്നത്. അതിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചോക്ട നാഗ്പൂർ പ്ലാറ്റോ, അതുപോലെ തന്നെ നോക്കൂ ഡെക്കാൻ പ്ലാറ്റോ, മാൽവ, ബുന്ദേൽഖണ്ഡ് റീജിയൻസ്, ഷിലോങ്, മേഘാലയ ആ ഭാഗം, ഇതൊക്കെയാണ് ഇന്ത്യയുടെ പ്ലാറ്റോ എന്ന് പറയുന്നത്. തന്ന ക്വസ്റ്റ്യൻ നോക്കിയേ നിങ്ങൾ, ഫേമസ് പ്ലേസസും തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ റീജിയൻസും തന്നിട്ടുണ്ട് അല്ലെ. ഇതിനകത്ത് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള പെയർ എന്നാ ചോദിക്കുന്നത് അല്ലെ. കറക്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ്
പെയേഴ്സ് ഗിവൺ ആർ കറക്റ്റ്ലി മാച്ച്ഡ്. ഏതാണ് കറക്റ്റ്ലി മാച്ച്ഡ് ആയത്? നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് എലിമിനേഷൻ ടെക്നിക്ക് എന്ന് എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. നാസിക് എന്ന് പറയുന്നത് ഏതാണ്? മഹാരാഷ്ട്രയുടെ ഭാഗത്തായിട്ട് കാണുന്നതല്ലേ? ഓക്കെ, നാസിക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? നാസിക്. ഓക്കെ, ഈ നാസിക് മഹാരാഷ്ട്രയുടെ ഭാഗമാണെങ്കിൽ നോക്കൂ, മാൽവ റീജിയൻ എന്ന് പറയുന്നത് എവിടെയാണുള്ളത്? ഓക്കെ, മാൽവ റീജിയൻ എന്ന് പറയുന്നത് മേലെയല്ലേ ഉള്ളത്? ഓക്കെ, ഇവിടെ മഹാരാഷ്ട്രയുടെ ഭാഗത്താണ് എന്ത്? നാസിക് ഉള്ളത്. അപ്പോൾ നാലാമത്തെ ഓപ്ഷനെ നമുക്ക് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്തൂടെ? ഓക്കെ, ഇനി ഖജുരാഹോ എന്നുള്ളത് എവിടെയാണ്? മധ്യപ്രദേശിന്റെ ഭാഗത്താണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഖജുരാഹോ ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾസ് ഒക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ? ഗ്രൂപ്പ് ഓഫ് മോണ്യുമെന്റ്സ് ഉള്ളതാണ്, ഹിന്ദു ജെയിൻ ടെമ്പിൾസിന്റെ. ഓക്കെ, അത് മധ്യപ്രദേശിന്റെ ഭാഗത്താണ് എന്തുള്ളത്? മധ്യപ്രദേശിലാണ് എന്തുള്ളത്? ഖജുരാഹോ ഗ്രൂപ്പ് ഉള്ളത്. ഓക്കെ, ഖജുരാഹോ ഉള്ളത്. ഓക്കെ, അത് എവിടെ തന്നെയാണ് ഉള്ളത്? ബുന്ദേൽഖണ്ഡ് റീജിയനിലാണ് എന്തുള്ളത്? ഈ ഒരു ഖജുരാഹോ ഗ്രൂപ്പ് ഉള്ളത്. ഓക്കെ, ബുന്ദേൽഖണ്ഡ് റീജിയനിലാണ് എന്തുള്ളത്? ഈ ഒരു ഖജുരാഹോ ഗ്രൂപ്പ് ഉള്ളത്. ഓക്കെ, മധ്യപ്രദേശിന്റെ ഈ ഭാഗത്തൊക്കെ ആയിട്ടാണ് എന്ത് ഉള്ളത്. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? ശരിയാണ്. ഓക്കെ, അത് വെച്ചിട്ട് നമുക്ക് ഒന്ന് ഓപ്ഷൻ കണ്ടുപിടിക്കാൻ നോക്കാം. 2 ഉണ്ട്, പക്ഷെ എന്താണ്? 4 ഇല്ല. 4 ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എന്തെത്തി? ആൻസറിലേക്ക് എത്തി അല്ലേ? 2 and 5 ഓൺലി. ഇനി ഈ തന്നേക്കുന്ന ഓരോ റീജിയൻസ് നോക്കുവാണെങ്കിൽ നോക്കൂ, ബോധ്ഗയ ഉണ്ട് അല്ലെ? ബോധ്ഗയ വന്നിട്ടുണ്ട്. ഓക്കെ, അതും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? നമ്മൾ ബുദ്ധിസം അതുപോലെ തന്നെ ബുദ്ധനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ ഈ ബോധ്ഗയ എന്നുള്ള റീജിയനെ കുറിച്ച് എന്ത് ചെയ്തിട്ടുണ്ടാവും? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഖജുരാഹോ എന്നുള്ളത് മധ്യപ്രദേശിലാണെന്ന് അറിയാം. അതുപോലെ തന്നെ ബോധ്ഗയ എവിടെയാ ഉള്ളത്? ബോധ്ഗയ ഈ ഭാഗത്തൊക്കെ ആയിട്ടാണ്. ഓക്കെ, ബീഹാറിന്റെ ഒക്കെ ആ ഒരു ഭാഗത്തേക്കായിട്ടാണ് എന്തുള്ളത്? ബോധ്ഗയ ഉള്ളത്. ഇനി ഷിർദി എന്ന് പറയുന്നത്, ഓക്കെ, അതും എന്താണ്? ഷിർദി എന്ന് പറയുന്നത് മഹാരാഷ്ട്രയുടെ ഭാഗത്ത് തന്നെയാണുള്ളത്. അഹമ്മദാനഗർ എന്ന് പറയുന്ന റീജിയനിലാണ് എന്തുള്ളത്? ഈ ഷിർദി ഉള്ളത്. വിദർഭ എന്ന് പറയുന്നത് അതും മഹാരാഷ്ട്ര ഭാഗത്ത് തന്നെയാണ്, വിദർഭ. പക്ഷെ എന്താണ്, ഇത് തമ്മിൽ ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു എന്ത് വരാഞ്ഞത്? ഈ ഒരു ആൻസർ വരാഞ്ഞത്. ഇനി തിരുപ്പതി എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശ് ആണെന്ന് എല്ലാവർക്കും അറിയാം. ഓക്കെ, തിരുപ്പതി ടെമ്പിളിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, തിരുപ്പതി ടെമ്പിളിനെ കുറിച്ച് ഒരുവിധം എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ അതിൽ നിന്നും വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? പോവാൻ പറ്റും. ഓക്കെ, അപ്പൊ ഷിർദി എവിടെയാണ്? വിദർഭ റീജിയനിലല്ല. എവിടെയാണ്? അഹമ്മദാനഗറിലാണ്. ഓക്കെ, അതെവിടെയാണ്? മഹാരാഷ്ട്രയിൽ തന്നെയാണ്. ഓക്കെ, തിരുപ്പതി എവിടെയാണ്? റയൽസീമയിൽ തന്നെയാണ്. ഓക്കെ, റയൽസീമയിൽ തന്നെയാണ് തിരുപ്പതി ഉള്ളത്. ഓക്കെ, റയൽസീമ എക്സ്പ്രസ് ഒക്കെ കേട്ടിട്ടുണ്ടാവുമായിരിക്കും ചിലപ്പോൾ. ഒരു ട്രെയിൻ ഉണ്ട് നിസാമാബാദിൽ നിന്ന് തിരുപ്പതിയിലേക്ക് പോകുന്നത്. തിരുപ്പതി പോയ ആൾക്കാർക്ക് അറിയാൻ പറ്റും. എന്താണ്? 5th ഓപ്ഷനും കറക്റ്റ് ആണ്. ഓക്കെ, നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ? റീസെന്റ് which of the following state has explored the possibility of constructing എന്താ പറയുന്നത്? artificial inland port. Okay, artificial inland port to be connected to sea by a long navigational channel. ഇവിടെ നമുക്ക് കുറച്ചൊരു ബുദ്ധി ഉപയോഗിച്ചാൽ നമുക്ക് എന്തൊക്കെ ഒഴിവാക്കാൻ പറ്റും? കർണാടക, ആന്ധ്രാപ്രദേശ് ഒക്കെ ഒഴിവായിക്കൂടെ? ഇൻലാൻഡ് എന്നാ പറയുന്നത്. ഇവർക്കൊക്കെ എന്തുണ്ട്? സീ ആയിട്ട് കണക്ഷൻ ഇല്ലേ? അപ്പൊ ഇൻലാൻഡ് ആയതുകൊണ്ട് ഇവർ രണ്ടുകളെ നമുക്ക് എന്ത് ചെയ്യാം? ഒഴിവാക്കിക്കൂടെ? ഇനി ആ സമയത്ത് 2016 ന്യൂസിൽ അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്ത ആൾക്കാർക്ക് അറിയാൻ പറ്റും, രാജസ്ഥാനിലാണ് എന്ത് ചെയ്യുന്നത്? ഒരു ആർട്ടിഫിഷ്യൽ ഇൻലാൻഡ് പോർട്ട് എന്ത് ചെയ്യുന്നത്? കണക്ട് ചെയ്യുന്നത്. ഓക്കെ, സീയിലേക്ക് ഒരു ലോങ് നാവിഗേഷണൽ ചാനൽ. ഓക്കെ, സോ 2 ഒഴിവാക്കിയാൽ പിന്നെ നമുക്ക് 50 ചാൻസ് ഉണ്ട് അല്ലെ? അതിനകത്ത് പഠിച്ച ഒരാൾക്ക്, ഒരു ചെറുതായിട്ടൊന്ന് വായിച്ച ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? ആൻസറിലേക്ക് എത്താൻ പറ്റില്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വിത്ത് റെഫറൻസ് ടു റെഡ് സാൻറ്റേഴ്സ്, നമ്മുടെ രക്തചന്ദനമാണ്. ഓക്കെ, റെഡ് സാൻറ്റേഴ്സ് സംടൈംസ് സീൻ ഇൻ ന്യൂസ്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഇറ്റ് ഈസ് എ ട്രീ സ്പീഷീസ്. അവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, എവിടെയാണ്? പാർട്ട് ഓഫ് സൗത്ത് ഇന്ത്യ. ഓക്കെ, രണ്ടാമത്തെ നോക്കിയേ. ഇറ്റ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ട്രീസ് ഇൻ ദി ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഏരിയാസ് ഓഫ് സൗത്ത് ഇന്ത്യ. എന്താ പറയുന്നത്? ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഏരിയയിലുള്ള ഓക്കെ ഒരു എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രീ ആണെന്നാണ് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. ഓക്കെ, ഇത് ആക്ച്വലി എവിടെയുള്ള റെഡ് സാൻറ്റേഴ്സ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ
ആന്ധ്രാപ്രദേശിന്റെ ആ ഒരു ഈസ്റ്റേൺ കോസ്റ്റ് ഭാഗത്തൊക്കെ ആയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഈ റെഡ് സാൻഡേഴ്സ് കാണാൻ പറ്റുന്നത്. ഓക്കെ, രക്തചന്ദനമാണ് ഇതിന്റെ രക്തചന്ദനം കടത്തുന്നതൊക്കെയായി ബന്ധപ്പെട്ട് ആ സമയത്ത് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. റെഡ് സാൻഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. ആക്ച്വലി ഇതൊരു എൻഡമിക് ട്രീ ആണ്. ഓക്കെ, ഇന്ത്യയുടെ ഈ ഭാഗത്ത് മാത്രമായിട്ട് കാണുന്ന ഒരു ട്രീ ആണ്. നമ്മൾ IUCN റെഡ് ലിസ്റ്റുകൾ ഒക്കെ കേട്ടിട്ടുണ്ടാവില്ലേ? ഈ IUCNന്റെ റെഡ് ലിസ്റ്റ് പ്രകാരം സാൻഡൽവുഡിനെ എന്തിലേക്കാണ്, അല്ലെങ്കിൽ റെഡ് സാൻഡേഴ്സിനെ എൻഡേഞ്ചേർഡ് കാറ്റഗറിയിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. എൻഡേഞ്ചേർഡ് കാറ്റഗറിയിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത് 2018 നിയർ ത്രെറ്റൻഡ് ആയിരുന്നു. അതായത് ഈ ന്യൂസ് ഒക്കെ വരുന്നതിന്റെ സമയത്ത് ഇത് നിയർ ത്രെറ്റൻഡ് ആയിരുന്നു. ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് എൻഡേഞ്ചേർഡ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തായിട്ട് ഈ കാര്യങ്ങളൊക്കെ എന്താണ് റെഡ് സാൻഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഓപ്ഷനിലേക്ക് വരികയാണെങ്കിൽ എന്താണ്, ഇറ്റ് ഈസ് എ ട്രീ സ്പീഷീസ് ഫൗണ്ട് ഇൻ പാർട്ട് ഓഫ് സൗത്ത് ഇന്ത്യ. അതുപോലെ തന്നെ എന്താണ്, ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ട്രീസ് ഇൻ ദ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഏരിയ ഓഫ് സൗത്ത് ഇന്ത്യ. എന്താണ്, ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഏരിയാസിലല്ല എന്തുള്ളത്, റെഡ് സാൻഡേഴ്സ് ഉള്ളത്. ഞാൻ പറഞ്ഞ ആന്ധ്രാപ്രദേശിന്റെ ഒക്കെ ആ ഒരു ഈസ്റ്റേൺ ആ ഭാഗത്താണ്. ഓക്കെ, ഈസ്റ്റേൺ ഗട്ട്സിന്റെ ഭാഗത്താണ് സൗത്ത് ഇന്ത്യയുടെ. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്യാം. സോ 1 ഓൺലി എന്ന് പറയുന്ന ആൻസറിലേക്ക് എന്താ എത്താം. ഓക്കെ, ഇതുപോലെയുള്ള ട്രീ സ്പീഷീസ് അത് എവിടെയാണ്, അത് റെയിൻ ഫോറസ്റ്റ് ഭാഗത്താണോ എവിടെയാണെന്നൊക്കെ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുന്നത് എന്താണ് നല്ലതാണ്. ഓക്കെ, അപ്പോൾ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഏരിയയിലല്ല റെഡ് സാൻഡേഴ്സ് ഉള്ളതെന്ന് ഓർക്കുക. നോക്കൂ, അടുത്തത് എന്താണ്, ആ സമയത്തെ കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നോക്കി, വിത്ത് റെഫറൻസ് ടു ഇനീഷ്യേറ്റീവ് ഫോർ ന്യൂട്രീഷണൽ സെക്യൂരിറ്റി ത്രൂ ഇന്റൻസീവ് മില്ലറ്റ് പ്രൊമോഷൻ. ഓക്കെ, മില്ലറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട്, മില്ലറ്റ്സ് എന്താണ് UPSCയുടെ ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് അല്ലെങ്കിൽ ആർ കറക്റ്റ് എന്നാ ചോദിച്ചേക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ എന്താ പറഞ്ഞേ, ദിസ് ഇനീഷ്യേറ്റീവ് എയിംസ് ടു ഡെമോൺസ്ട്രേറ്റ് the improved production and post-harvest technologies and to demonstrate value addition techniques in an integrated manner with cluster approach. Okay, രണ്ടാമത്തെ ക്വസ്റ്റ്യനോ, poor, small, marginal and tribal farmers have larger stake in this scheme. Okay, ഇനി മൂന്നാമത്തെ ഓപ്ഷൻ നോക്കിയേ, an important objective of the scheme is to encourage farmers of commercial crops to shift millet cultivation by offering them free kits. നോക്കൂ, നമ്മൾ പൊതുവേ UPSC ഇങ്ങനത്തെ ചില കീവേഡ്സ് എടുത്തിടും ക്വസ്റ്റ്യനിൽ, ഫ്രീ കിറ്റ്സ് കൊടുക്കുക. അങ്ങനെ ഫ്രീ കിറ്റ്സ് ഒക്കെ കൊടുക്കുമ്പോൾ നിങ്ങളൊന്ന് എന്ത് ചെയ്യണം, ഒന്ന് ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ ഒന്ന് നിരീക്ഷിക്കണം. ഓക്കെ, ഫ്രീ കിറ്റ്സ് ഒന്നും കൊടുക്കുന്നില്ല ആ സമയത്ത്, എന്ത് ചെയ്യുന്ന ആളൂ, അവർക്ക് അതിനുള്ള എന്താണ് ഈ ഒരു ഹെൽപ്പ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഒരു കൊമേഴ്ഷ്യൽ കൾട്ടിവേഷനെ ഇല്ലാണ്ടാക്കിയിട്ട് മില്ലറ്റ് കൾട്ടിവേഷനിലേക്ക് മാറാനൊന്നും, അല്ലെങ്കിൽ അതിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യാനൊന്നും എന്ത് ചെയ്യില്ല, ഗവൺമെന്റ് ഒരിക്കലും പറയില്ല. അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ തേർഡ് ഓപ്ഷനെ നമുക്ക് ഒഴിവാക്കി നോക്കാം. ഓക്കെ, ഒഴിവാക്കി നോക്കുമ്പോൾ എന്താണ് 1 and 2 ഓൺലിയിലേക്ക് നമുക്ക് എന്താ എത്താം. ഇത് മെയിൻ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്, കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്യുക, ആ സമയത്ത് കൊണ്ടുവന്ന സ്കീമുകൾ, ഗവൺമെന്റിന്റെ ഓരോ പോളിസീസ്, ഇതൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. എല്ലാ വർഷവും നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, 2016 ആ സമയത്ത് വന്ന ഒരു കാര്യമാണിത്. അപ്പൊ ഇതിനകത്ത് ആൻസർ എന്ന് പറയുന്നത് 1 and 2 ഓൺലി ആണ്. ഓക്കെ, ഇനി റീസെന്റ് ലിങ്കിങ് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് റിവേഴ്സ് വാസ് അണ്ടർടേക്കൺ. ഓക്കെ, ഏത് റിവറിന്റെ ലിങ്കിങ് ആയിരുന്നു ആ സമയത്ത് ന്യൂസിലുള്ളതെന്ന്. ഓക്കെ, 2000 നോക്കൂ, ഓരോ വർഷം എടുക്കുമ്പോൾ എന്തുണ്ട്, അതിന് മാറ്റവും ഉണ്ട് കേട്ടോ. ഗോദാവരി കൃഷ്ണയാണ് ഇതിനകത്തുള്ള ആൻസർ. ഓക്കെ, 2016 എന്ത് വന്നിട്ടുണ്ടായിരുന്നു, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ഗോദാവരി അതുപോലെ തന്നെ കൃഷ്ണയും. ഇന്ത്യനെ തന്നെ രണ്ട് എന്താണ് ലോങ്സ്റ്റ് റിവേഴ്സിൽ രണ്ടാളാണ് എന്ത്, ഗോദാവരിയും കൃഷ്ണയും അല്ലെ. വെസ്റ്റേൺ ഗട്ട്സ് നിന്ന് ഉത്ഭവിച്ച് എവിടെയാണ്, ബേ ഓഫ് ബംഗാളിലേക്ക് പതിക്കുന്ന 2 റിവേഴ്സ് ആണ്. ഇതിനകത്ത് ഈ ഒരു റിവർ ലിങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് 2016 എന്തുണ്ട്, ന്യൂസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഗോദാവരി ആൻഡ് കൃഷ്ണയാണ് എന്ത് ആൻസർ ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ അതായത് നമ്മളിപ്പോ പറഞ്ഞ ട്രീ സ്പീഷീസ് ഒക്കെ പോലെ തന്നെ, അല്ലെങ്കിൽ പോളിസീസ് ഒക്കെ പോലെ തന്നെ നമുക്ക് UPSCക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ചോദ്യം ചോദിക്കാൻ ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ് റിവേഴ്സ്. ഓക്കെ, റിവേഴ്സും അതിന്റെ ലിങ്കിങ്ങും
അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്താണ് UPSC ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ളതാണ്. ഓക്കെ, ഗോദാവരിന്ന് എന്താണ് വാട്ടർ എടുത്തിട്ട് അതിലേക്ക് കൃഷ്ണയിലേക്ക് കൊണ്ടുപോകുക, അതായത് ആ ഒരു ഡ്രോട്ട് ഇല്ലാണ്ടാക്കുക, ആ മേഖലയിലുള്ള ഡ്രോട്ട് ഇല്ലാണ്ടാക്കുക, ഇറിഗേഷന് കൂടുതൽ ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, പട്ടിസീമ ലിഫ്റ്റ് ഇറിഗേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പട്ടിസീമ ലിഫ്റ്റ് ഇറിഗേഷൻ. ഓക്കെ, എന്താണ് ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് റിവർ ലിങ്കിങ് പ്രോജക്റ്റ് ആണ്. ഗോദാവരിനെയും കൃഷ്ണേനെയും എന്താണ് ലിങ്ക് ചെയ്യുന്ന ഫസ്റ്റത്തെ എന്താണ് റിവർ ലിങ്കിങ് പ്രോജക്റ്റ് ആണ് ഇന്ത്യയിലെ ഈ പട്ടിസീമ ലിഫ്റ്റ് ഇറിഗേഷൻ പ്രോജക്റ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണെങ്കിൽ സ്ഥലങ്ങൾ തന്നിട്ടുണ്ട് അല്ലെ. പ്ലേസസ് ഇൻ ന്യൂസ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ഓർക്കേണ്ട കാര്യമാണ്, എന്നും ഫോളോ ചെയ്യുക. നമ്മൾ എപ്പോഴും ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ എന്താണ് അറിയാത്ത സ്ഥലങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ അറ്റ്ലസിൽ എന്ത് ചെയ്യാം, മാർക്ക് ചെയ്ത് വെക്കുക. വേറെ വഴിയൊന്നുമില്ല. ഓക്കെ, കൺസിഡർ ദ ഫോളോയിങ് പെയേഴ്സ്. കമ്മ്യൂണിറ്റി, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി തന്നിട്ടുണ്ട്, എന്താണ് അതുള്ള കുറച്ച് സ്ഥലങ്ങൾ തന്നിട്ടുണ്ട്. അതിനകത്ത് ഏതാണ് കറക്റ്റ്ലി മാച്ച് ചെയ്തത് എന്നാണ് ചോദിച്ചത്. ഇതിൽ നിന്ന് ഫസ്റ്റത്തെ ഓപ്ഷൻ അവനെ നമുക്ക് എലിമിനേറ്റ് ചെയ്തൂടെ. കുർദ് ബാംഗ്ലാദേശിലാണോ? ഓക്കെ, കുർദ് ഒരിക്കലും ബംഗ്ലാദേശിലല്ലല്ലോ. റോഹിംഗ്യ എന്ന് പറയുന്ന ടീംസ് മ്യാൻമാറിലാണെന്നും എന്ത് ചെയ്യാൻ പറ്റും, ഒരു ആവറേജ് ഒരു കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയുന്ന കാര്യമാണ്. അവിടെ നിന്ന് തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താം. ഓക്കെ, ഒന്ന് ഒഴിവാക്കിയപ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടി, 3 ശരിയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടാം, ആൻസർ 2 and 3 ഓൺലി ആണെന്നും കിട്ടാം. ഓക്കെ, മദേസി അതുപോലെ തന്നെ നേപ്പാളിലാണ്. ഓക്കെ, മദേസി എവിടെയാണ്, നേപ്പാളിലാണ്. കുർദ് ഇപ്പോഴും എന്താണ് ഹോട്ട് ടോപ്പിക് ആയിട്ട് നിൽക്കുന്ന ഏരിയ ആണ്. കുർദിസ്ഥാന് വേണ്ടിയിട്ടുള്ള ഓക്കെ അവരുടെ എന്താണ് സ്ട്രഗിൾസും. ഓക്കെ, കുർദ് എന്ന് പറയുന്നത് ഒരു എത്നിക് ഗ്രൂപ്പ് ആണ്, മൗണ്ടൈനസ് റീജിയൻ, നമ്മുടെ വെസ്റ്റേൺ ഏഷ്യയിലൊക്കെ കാണുന്ന ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി ആണ് കുർദ് എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും കൂടുതൽ എന്താണ് ഭയങ്കര ബ്രേവ് ആയിട്ടുള്ള ഫിയർലെസ് ആയിട്ടുള്ള ഫൈറ്റേഴ്സ് ഉള്ള ഒരു ഗ്രൂപ്പാണ് എന്ത് ഈ കുർദ് എന്ന് പറയുന്നത്. ലാർജസ്റ്റ് അവിടുത്തെ തന്നെ 4th ലാർജസ്റ്റ് എത്നിക് ഗ്രൂപ്പും ആണ് എന്ത് ഈ ഒരു മിഡിൽ ഈസ്റ്റ് ഭാഗത്തായിട്ട് കാണുന്നത്. ഓക്കെ, ഒരുപാട് കോൺഫ്ലിക്ട്സും സ്ട്രഗിൾസും ഈ കുർദുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും, ISIS-നെയൊക്കെ തുരത്താൻ വേണ്ടിയിട്ട് ആരാണ് അമേരിക്ക ഉപയോഗിച്ചത്, ഹെൽപ്പ് തേടിയത് ഈ കുർദുകളോടാണ്. ഓക്കെ, അവർക്കൊരു ഇതുവരെ അവർക്കായിട്ട് ഒരു എന്തുണ്ടായിട്ടില്ല, ഒരു കൺട്രി എന്ത് ചെയ്തില്ല, അല്ലെങ്കിൽ അവർക്കായിട്ടൊരു റീജിയൻ ഇതുവരെ ഉണ്ടായിട്ടില്ല കുർദുകൾക്കായിട്ട്. ഓക്കെ, എവിടെയുള്ളത്, ഇറാഖിലും സിറിയന്റെ ഒക്കെ ചെറിയ ചെറിയ ഭാഗത്തായിട്ട്, തുർക്കിയുടെ ഒക്കെ ചില ഭാഗത്തായിട്ട് എന്ത് ചെയ്യാണ് ജീവിക്കുന്ന ആൾക്കാരാണ് ഈ കുർദുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇറാഖ്, ഇറാൻ, സിറിയ, തുർക്കി ആ ഭാഗങ്ങളിലൊക്കെ ആയിട്ടുള്ള കുറച്ച് മൈനോറിറ്റി ആയിട്ടുള്ള അവിടെയുള്ള കുറച്ച് മൈനോറിറ്റീസ് ആണ് എന്ത് ഈ കുർദ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവരുടെ കാര്യം വായിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് വായിക്കുക, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഇനി മദേസി എന്ന് പറയുന്ന ഗ്രൂപ്പ്, അതും എവിടെയാണ്, നേപ്പാളിലാണ്. ഓക്കെ, നേപ്പാളിലാണ്. എവിടെയാണ്, നമ്മുടെ ഇന്ത്യ ആയിട്ട് അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയായിട്ട് കുറച്ച് കൾച്ചറൽ ടൈസ് ഉള്ള പീപ്പിൾ ആണ് എന്ത് ഈ മദേസി എന്ന് പറയുന്നത്. ഇവരും അവിടെ എന്താണ് കുറച്ച് സ്ട്രഗിൾസ് ഒക്കെ ഉണ്ടായിരുന്നു. കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇവർക്കും കൂടെ എന്താണ് അവകാശം ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞിട്ടൊരു സ്ട്രഗിൾ ആ സമയത്ത് ഒരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു. ഓക്കെ, മദേസി മൂവ്മെന്റ് എന്ന് പറയുന്നത് ഉണ്ടായിരുന്നു, അവരുടെ റൈറ്റ്സിന് വേണ്ടിയിട്ടുള്ള. ഓക്കെ, അതും ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നു, ന്യൂസിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ 2 ക്വസ്റ്റ്യൻസും എന്ത് ചെയ്തത് വന്നത്. റോഹിംഗ്യ മുസ്ലിംസിൻ്റെതും എന്താണ് ആ സമയത്ത് വന്നതാണ്. സോ ഓപ്ഷൻ 2 and 3 ഓൺലി. അടുത്തൊരു റിവറിന്റെ ക്വസ്റ്റ്യനും കൂടെ വന്നല്ലേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് അല്ലെങ്കിൽ ആർ ട്രിബ്യൂട്ടറി അല്ലെങ്കിൽ ട്രിബ്യൂട്ടറീസ് ഓഫ് ബ്രഹ്മപുത്ര. ഏതൊക്കെയാ തന്നെ, ദിബാങ്, കമെങ്, അതുപോലെ തന്നെ ലോഹിത്. ഓക്കെ, പറഞ്ഞു എപ്പോഴും UPSCക്ക് ഇഷ്ടമുള്ള ഭാഗമാണ് എന്ത് ഈ ഒരു റിവേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബ്രഹ്മപുത്ര എടുക്കുവാണെങ്കിൽ, നമ്മൾ ഒരു റിവർ എടുക്കുവാണെങ്കിൽ എന്തുണ്ട്, 2 ട്രിബ്യൂട്ടറീസ് ആയിട്ട് നമ്മൾ പറയും. എന്തൊക്കെ പറയും, ലെഫ്റ്റ് ബാങ്കും പറയും, അതുപോലെ തന്നെ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസും പറയും. ഓക്കെ, ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസും അതുപോലെ തന്നെ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസും പറയും. ഇവിടെ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ആയിട്ടുള്ള, അതായത് ബ്രഹ്മപുത്രയുടെ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ആയിട്ടുള്ള ലോഹിത് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ദിബാങ് പറഞ്ഞിട്ടുണ്ട് അല്ലെ, ദിബാങ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ 2 എന്താണ് ഉള്ളതാണ്, ഇത് 2 ഉള്ളതാണെന്ന് ഒരുവിധം എല്ലാവർക്കും അറിയാൻ പറ്റുന്നതാണ്. അപ്പൊ 1 only എന്താണ് നമുക്ക് എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്യാം. ഇനി കമെങ് എന്നുള്ള ഈ ഒരു റിവറിനെ കുറിച്ച് കൂടി നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഐഡിയ ഉണ്ടാവണം. കമെങ് എന്ന് പറയുന്നത് ഒരു റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി ആണ്. ഓക്കെ, റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി ആണ് കമെങ് എന്ന് പറയുന്ന ഈ ഒരു റിവർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മളെ ബ്രഹ്മപുത്ര ഇങ്ങനെ വരുവാണെങ്കിൽ
ഇതിൽ നിന്ന് റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി ആണ് എന്ത് കമ്മിങ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എന്തുണ്ട്, ലോഹിത് ഉണ്ട്, അതുപോലെ തന്നെ ദിബാങ് ഉണ്ട്. നമ്മൾ റിവേഴ്സ് പഠിക്കുമ്പോൾ കഴിയുന്നതും വരച്ച് പഠിച്ചാൽ കുറച്ചുകൂടെ ഐഡിയ ഉണ്ടാവും നിങ്ങൾക്ക്. റൈറ്റ് ബാങ്ക് ഏതാ ലെഫ്റ്റ് ബാങ്ക് ഏതാന്ന് എന്ത് ചെയ്യും, ഒരു ഐഡിയ ഉണ്ടാവും. ഓക്കെ, സോ കമ്മിങ് എന്താണ് ഉള്ളതാണ്. സോ 1, 2 and 3 ഓൺലി. ഇപ്പോൾ നമ്മൾ തന്നെ കഴിഞ്ഞ ഡിസ്കഷനകത്ത് ഇതേപോലെ തന്നെ ബ്രഹ്മപുത്രയുടെ ട്രിബ്യൂട്ടറീസ് എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിവേഴ്സും അതിന്റെ ട്രിബ്യൂട്ടറീസും UPSCയുടെ ഇഷ്ടഭാഗമാണ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ. സോ 8 ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്തത് വന്നേക്കുന്നത്. ബാക്കിയൊക്കെ എൻവയോൺമെന്റിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സ്കീംസിന്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ജോഗ്രഫിയിൽ നിന്ന് എടുത്ത് പറഞ്ഞ് നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യണമെങ്കിൽ വന്നേക്കുന്നത് ഈ ഒരു 8 ക്വസ്റ്റ്യൻസ് ആണ്. നോക്കൂ, 8 ക്വസ്റ്റ്യൻസും ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഡൗട്ട് ചോദിക്കുക. അതുപോലെ തന്നെ UPSCയുടെ ക്ലാസ്സുകളിലും എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാം. ഓക്കെ, അടുത്ത വർഷത്തെ 2017 ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യും, അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും ജോഗ്രഫിയുടെ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്.